ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തി മുഗൾ സാമ്രാജ്യത്തോടൊപ്പം ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കിയ നല്ല കിടിലം ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മളിതിൻ്റെ ആവശ്യത്തിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ നല്ലതായി വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി ഒന്ന് പിടിച്ച് വരുന്ന വരെ അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദോ പ്യാസ, അതായത് 2 രീതിയിലാണ് നമ്മൾ ഒനിയൻ ചേർത്ത് കൊടുക്കുന്നത്, സവോള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സവോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ലാർജ് സവോളയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 മീഡിയം സവോള ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, ഫൈൻ ചോപ്പ് ചെയ്ത്. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ പ്യൂറി, ഒരു 2 ടൊമാറ്റോയുടെ പ്യൂറി നമ്മൾ മിക്സിയിലിട്ട് അതൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അല്പം കൊറിയാണ്ടർ ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഒരു ചെറിയ ടൊമാറ്റോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതും അതിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ 1 കപ്പ് വലിയ പുളിയില്ലാത്ത തൈരെടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കി നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. നമുക്ക് ഏത് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളെടുത്താലും യോഗട്ട്, തൈര് അതിനകത്തൊരു മെയിൻ ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ക്രീമിയാണ് ഈ ചിക്കൻ കറി എന്ന് പറയുന്നത്. നല്ല ക്രീമിയാണ്, അല്പം എരിവോടും അല്പം പുളിയോടും കൂടി നല്ല ക്രീമി ആയിട്ടുള്ളൊരു പ്രത്യേക ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ മെത്തേഡും നമ്മൾ ക്ലിയറായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് നല്ല 5 സ്റ്റാർ ഹോട്ടലുകളിൽ നമുക്ക് ലഭിക്കുന്ന അതേ രീതിയിലുള്ള നമുക്ക് ചിക്കൻ റെഡിയായി കിട്ടും. മുർഗ് ദോ പ്യാസ. അതിനുശേഷം നമ്മളൊരു പാനോ അല്ലെങ്കിൽ ഒരു കടായിയോ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി, അത് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ സമയം ആകുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ മൊത്തത്തിൽ ആവശ്യമുണ്ട്. അതിൽ അര ടീസ്പൂൺ നമ്മൾ ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ള ബാക്കി 1/2 ടീസ്പൂണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ഒരു ഫ്ലേവർ ഔട്ടായി വരുന്ന സമയം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂറി, 2 ടൊമാറ്റോ നമ്മൾ മിക്സിയിലടിച്ച് അതിൻ്റെ പ്യൂരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഡയറക്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പച്ചയ്ക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയൊന്നും അല്ലല്ലോ, അപ്പം പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി ഈ ടൊമാറ്റോയുടെ പച്ചമണം മാറി ഈ ടൊമാറ്റോയുടെ ഓയിൽ ഔട്ടായി വരുന്ന ഒരു ഘട്ടമുണ്ടാവും. അതായത് നമ്മൾ തിള വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഈ ടൊമാറ്റോ നമുക്ക് പാത്രത്തിൽ കാണാൻ പറ്റും, കുറച്ച് ഓയിൽ തെളിഞ്ഞ് വരുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ആ ഘട്ടം വരെ നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് ഇളക്കി കൊടുത്ത് ആ ഘട്ടമാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് ചേർത്തിട്ടുള്ള മസാലക്കൂട്ട്, അതായത് 2ാമത്തെ മസാലക്കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതും ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ നന്നായി ഇളക്കി അതിൻ്റെ ആ മസാലയുടെ പച്ചമണം മാറി വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ഓയിൽ തെളിഞ്ഞ് വരുന്ന അവസ്ഥ വരെ ആകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇത് ഇളക്കി മിക്സ് ചെയ്ത് ചിക്കൻ അടി പിടിക്കാത്ത ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ആവശ്യമെങ്കിൽ അതുകൂടെ, വളരെ അല്പം വെള്ളമേ ഒഴിക്കാവൂ. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി വളരെ ലൂസായിപ്പം ഇത് ക്രീമിയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് കൊടുത്ത് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. 20 മിനിറ്റ് നേരം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്കാണ് കടക്കുന്നത്.
അപ്പോൾ നമ്മൾ 20 മിനിറ്റ് നേരം വെന്ത് നമ്മുടെ ചിക്കൻ കറിയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അത് നല്ല ഒരു ഫ്ലേവർ ഔട്ടായി നിങ്ങൾക്ക് കാണാം. അതിൽ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല കുക്കായി വന്നിട്ടുണ്ട് ചിക്കൻ. അപ്പം നമ്മൾ ഈ അവസരത്തിൽ നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി, ഇത് ഈ ഓരോ ഇൻ്റർവെല്ലിലും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മൾ യോഗട്ട് തൈര് ഒക്കെ ചേർത്ത് കൊണ്ടുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യത. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല നമ്മൾ എപ്പോഴും കറികൾ വെക്കുമ്പം അവസാനം ചേർക്കുകയാണെങ്കിൽ ഗരം മസാലയുടെ ഫ്ലേവർ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കറികളിൽ. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു 3-4 ഗ്രീൻ ചില്ലി, അത് എരിയുള്ളത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ എരിയില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ലാർജ് സവോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് അത് കുക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ സവോളയുടെ ഒനിയൻ്റെയൊക്കെ ആ പച്ച ചൊവയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കറകറാന്ന് കടിച്ച് നമുക്കൊരു പച്ച ചൊവയാണ് പിന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്ന് വഴന്ന് കറിയിൽ കിടന്ന് വഴന്ന് ആ കറിയുടെ മസാല ഫ്ലേവറുകളൊക്കെ ഒന്ന് പിടിച്ച് നല്ലതായിട്ട് കിട്ടും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ അവസരത്തിൽ നമ്മളിതിലേക്ക് ഒരു അല്പം പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് അതും ഇട്ട് കൊടുത്ത്, കസ്തൂരി മേത്തി നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ അല്പം കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി നല്ല ടേസ്റ്റാണ്. ഏത് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്കായാലും നമ്മൾക്ക് കസ്തൂരി മേത്തി നമ്മൾ കാണാറുണ്ട്. കസ്തൂരി മേത്തി ആരോഗ്യത്തിനും നല്ലതാണ്, നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും കറിക്ക്. അപ്പോൾ കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ ക്യൂബ്സ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ക്യൂബ്സ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ക്യൂബ്സ് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. നമുക്ക് കറിക്ക് ഒരു ഇച്ചിരി കളറും കിട്ടും. അതുപോലെ തന്നെ ആ പുളിരസം നമുക്ക് കറിയിൽ കൂടുതലായിട്ട് കിട്ടാൻ ടൊമാറ്റോ നമുക്ക് സഹായകമാണ്. അപ്പോൾ ടൊമാറ്റോയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി തിളപ്പിച്ച് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്ത് ഹോട്ടായി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടുതൽ നല്ല നല്ല വീഡിയോകൾക്കായി ഇതിനെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ലിജു.